പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ച. കർത്താവിന് പ്രതിഷ്ഠിതമായ ഈ ദിവസം ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാർത്ഥതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. ഈ നല്ല ദിവസം തന്നതിന് ഓർത്ത് നന്ദി പറയാം. കർത്താവെ, അവിടുത്തെ വചനങ്ങൾ കൂടുതലായി ധ്യാനിക്കാൻ ഈ ദിവസം ഞങ്ങൾക്ക് കാരണമാക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വചനം ഇന്ന് ധ്യാനിക്കാം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യേശു തന്നേക്കാൾ കൂടുതൽ പ്രസിദ്ധനാകുന്നു എന്ന് കേട്ടപ്പോൾ സ്നാപയോഹന്നാൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ അതിമനോഹരമായ വാക്കുകൾ, അവൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയും എളിമയും വ്യക്തമാക്കുന്ന വാക്കുകൾ. ഇന്ന് സഹോദരങ്ങളുടെയും അയൽവാസികളുടെയും എല്ലാം ഉയർച്ചയിലും വളർച്ചയിലും അസ്വസ്ഥരാകുന്നവരാണ് നമ്മിൽ പലരും. പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. ഈശോയെ അംഗീകരിച്ചപ്പോഴാണ് സ്നാപകൻ്റെ മഹത്വം പൂർണ്ണതയിലെത്തിയത്. അപരൻ്റെ വളർച്ചയിൽ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനായാൽ നമ്മുടെ മഹത്വമാണ് യഥാർത്ഥത്തിൽ വർദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് തടസ്സങ്ങൾ അതുമൂലം മാറിപ്പോവുകയും ചെയ്യും. എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.